ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് അലോട്ടിംഗ് സിമ്പിൾ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, ആൽക്കഹോൾ റെഗുലേഷൻ, ഡേസി, ആകാശ് തീർ പ്രൊജക്ട്, ETCD, ഗ്രാൻഡിംഗ് ഓട്ടോണമി ടു കോളേജസ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് പലവാൻ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അലോട്ടിംഗ് സിമ്പിൾസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ള സിമ്പിളിന്റെ അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ടോപ്പിക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക്, അതായത് ഒരു അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇലക്ഷൻ സിമ്പിൾ അലോക്കേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 10 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസിന് സിമ്പിൾ അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ 1968 വന്നിട്ടുള്ള ദ ഇലക്ഷൻ സിമ്പിൾ റിസർവേഷൻ ആൻഡ് അലോട്ട്മെന്റ് ഓർഡർ 1968 അനുസരിച്ചാണ് നിലവിൽ പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ള ഇലക്ഷൻ സിമ്പിൾസ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഈ ഓർഡർ അനുസരിച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇലക്ഷൻ സിമ്പിൾ അലോക്കേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മുന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൽ 2 തരം പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും. റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും, അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും. അതിനകത്ത് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പോൾ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ നാഷണൽ പാർട്ടീസ് എന്നും സ്റ്റേറ്റ് പാർട്ടീസ് എന്നും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവും. അതാണ് റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ ഈ റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ സിമ്പിൾസിനെ റിസർവ്ഡ് സിമ്പിൾസ് എന്നാണ് പറയാം. അതായത് അവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾസ്, ഒരു നാഷണൽ പാർട്ടി ആണെങ്കിൽ ഇന്ത്യയിൽ ഉടനീളം ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മാത്രമേ ആ ചിഹ്നം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്റ്റേറ്റ് പാർട്ടി ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഏത് സ്റ്റേറ്റിലാണ് ഒരു സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്, അവരുടെ സിമ്പിൾ ആ സ്റ്റേറ്റിനകത്ത് അവർക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് ഫിക്സ്ഡ് ആണ്, അവർക്ക് പെർമനന്റ് ആയിട്ട് ആ സിമ്പിൾ കിട്ടും. പക്ഷെ അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കേസിൽ കുറച്ച് ഫ്രീ സിമ്പിൾസ് ഉണ്ടാവും. ഓക്കെ, ഈ റിസർവ്ഡ് സിമ്പിൾസ് പോലെ തന്നെ കുറച്ച് ഫ്രീ സിമ്പിൾസ് ഉണ്ടാവും. ഫ്രീ സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലിസ്റ്റ് ഓഫ് സിമ്പിൾസ് ആണ്. അപ്പോൾ അതിനകത്ത് നിന്ന് അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ള സിമ്പിൾസ് ആ ഒരു പെർട്ടിക്കുലർ ഇലക്ഷന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാണ് ചെയ്യുക. അത് ആ ഒരു ഇലക്ഷൻ അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ അവർക്ക് കിട്ടിക്കൊള്ളുന്ന നിർബന്ധമല്ല. ഓക്കെ, അത് അടുത്ത പ്രാവശ്യം വീണ്ടും ഇതേപോലെ ഡിഫറെൻറ്റ് പാർട്ടീസിനെ അലോക്കേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ സിമ്പിളിന്റെ അലോക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു പാർട്ടിക്കകത്ത് സ്പ്ലിറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു പാർട്ടി സ്പ്ലിറ്റായി 2ആയി മാറിക്കഴിഞ്ഞാൽ ഒഫീഷ്യൽ സിമ്പിൾ അതിനകത്ത് ഏത് ഗ്രൂപ്പിന് കിട്ടും എന്നുള്ള കാര്യത്തിലും തീരുമാനമെടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആൽക്കഹോൾ റെഗുലേഷൻ ആണ്. ഈ ആൽക്കഹോൾ റെഗുലേഷൻ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഇൻഡസ്ട്രിയൽ ആൽക്കഹോളിന്റെ റെഗുലേഷൻ ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെട്ട് നികുതി ചുമത്താനും അതിന് റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതിക്കകത്ത് സെൻട്രൽ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോളിന്റെ കേസിൽ അതിനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിന് മാത്രമാണ്. കാരണം ഇത് യൂണിയൻ ലിസ്റ്റിൽ പറയുന്ന ഒരു കാര്യമാണെന്ന് സെൻട്രൽ ഗവൺമെന്റ് ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 2 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ എന്തിനു യൂസ് ചെയ്യുന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മനസ്സിലാക്കുക, ഇത് നമ്മൾ സാധാരണഗതിയിൽ ഈ മദ്യത്തിലൊക്കെ കാണുന്ന ആൽക്കഹോൾ പോലെ ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ പേർപ്പസിന് റോ മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൽക്കഹോളാണ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സാനിറ്റൈസേഴ്സിനകത്ത് അതുപോലെ തന്നെ പെർഫ്യൂമിനകത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെട്ടൊരു കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂളിനകത്ത് പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് എൻട്രി നമ്പർ 8 ആയിട്ട് ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കറിന്റെ പ്രൊഡക്ഷന്, മാനുഫാക്ചറിങ്, പൊസഷന്, ട്രാൻസ്പോർട്ട്, പെർച്ചേസ്, സെയില്, ഈ കാര്യങ്ങളിലൊക്കെ നിയമം നിർമ്മിക്കാനുള്ള അധികാരം സ്റ്റേറ്റിനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഇൻഡസ്ട്രിയൽ ആൽക്കഹോളിനെ ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കറായിട്ട് കണക്കാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹ്യൂമൻ കൺസംഷന് പറ്റുന്ന ഒന്നായിരിക്കണം. ഇപ്പം ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ അത്തരത്തിലുള്ള ഒന്നല്ല, പക്ഷെ അത് ആൽക്കഹോൾ ആണ് താനും. അതേസമയം യൂണിയൻ ലിസ്റ്റിനകത്ത് എൻട്രി നമ്പർ 52 ആയിട്ട് ഇതിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഈ ചില ഇൻഡസ്ട്രീസിന്റെ മുകളിലുള്ള കൺട്രോള് പാർലമെന്റിന് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഈ ഇൻഡസ്ട്രിയൽ ആൽക്കഹോളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ചില ഇൻഡസ്ട്രീസ് ഉണ്ട്. അതുകൂടാതെ കൺകറന്റ് ലിസ്റ്റിനകത്ത് എൻട്രി നമ്പർ 33 ഇത്തരത്തിലൊരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ഈ യൂണിയൻ ലിസ്റ്റിലെ എൻട്രി നമ്പർ 52 അനുസരിച്ച് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം അതൊരു
ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടുള്ളതല്ല, ഇൻഡസ്ട്രിയൽ പേർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതുകൊണ്ട് തന്നെ എൻട്രി നമ്പർ 52 അനുസരിച്ച് ഇതിനകത്ത് നിയമം നിർമ്മിക്കാനും അതുവഴി ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നികുതി ചുമത്താനൊക്കെയുള്ള അധികാരം യൂണിയന് മാത്രമാണെന്നാണ് കേന്ദ്രം പറയുന്നത്. കാരണം യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകളിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവർ ഉള്ളത് യൂണിയനാണ്. പക്ഷേ സ്റ്റേറ്റുകളുടെ കേസിൽ സ്റ്റേറ്റുകൾക്ക് ഈ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള എൻട്രി നമ്പർ 8 വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു വാദം ഉന്നയിക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള തർക്കം വന്നു കഴിഞ്ഞാൽ നോർമലി സംഭവിക്കാറുള്ളത് ഇവിടെ ഏത് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ലിസ്റ്റുകൾ തമ്മിലൊരു തർക്കം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് യൂണിയൻ ലിസ്റ്റിനാണ് അതിനകത്ത് പ്രൈമസി കിട്ടുക. ഈ 3 ലിസ്റ്റുകൾക്ക് ഇടയിൽ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ യൂണിയൻ ലിസ്റ്റിന് പ്രൈമസി കിട്ടും. കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കൺകറന്റ് ലിസ്റ്റാണ് പ്രൈമസി കിട്ടുക. ഇനി കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകളിൽ 2 കൂട്ടർക്കും യൂണിയനും സ്റ്റേറ്റിനും ലോ മേക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും അതിനകത്ത് സ്റ്റേറ്റ് മേക്ക് ചെയ്യുന്ന ലോ ഒരിക്കലും യൂണിയൻ ലോനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നോർമലി യൂണിയൻ ഗവൺമെന്റിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെയൊക്കെ ഫ്രെയിം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഡേസി എന്ന് പറയുന്ന ഒരു സയന്റിഫിക് എക്യുപ്മെന്റിനെ കുറിച്ചാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 8-നകത്ത് ഈ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിന്റെ ഒരു 3D മാപ്പ് നിർമ്മിച്ചതിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സയന്റിസ്റ്റുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഡേസിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡാർക്ക് എനർജി സ്പെക്ട്രോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ് എന്നാണ്. സോ ഇതൊരു സയന്റിഫിക് റിസർച്ച് ഇൻസ്ട്രുമെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് യൂസ് ചെയ്യുന്നത് ഡിസ്റ്റന്റ് ഗാലക്സീസിനെ കുറിച്ചിട്ടുള്ള സ്പെക്ട്രോഗ്രാഫിക് ആസ്ട്രോണമിക്കൽ സർവേസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഡാർക്ക് എനർജിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇത് അമേരിക്കയിലുള്ള ലോറൻസ് ബെർക്ക്ലി നാഷണൽ ലബോറട്ടറി ആണ് ഈ ഇൻസ്ട്രുമെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുടെ കീഴിൽ വരുന്ന ഓഫീസ് ഓഫ് സയൻസ് ആണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ അമേരിക്കയിലെ അരിസോണയിലുള്ള ഒരു മെയ്യാൾ 4 മീറ്റർ ടെലിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ടെലിസ്കോപ്പ് ഉണ്ട്. ആ ടെലിസ്കോപ്പിൽ മൗണ്ട് ചെയ്തിട്ടാണ് ഈ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെരിമെന്റുകൾക്കകത്ത് ഏകദേശം 900-ഓളം റിസർച്ചേഴ്സും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഈ ഒരു എക്സ്പെരിമെന്റിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ആകാശ് തീർ പ്രൊജക്റ്റ് ആണ്. സോ ഈ ആകാശ് തീർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ എയർ ഡിഫൻസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയൊരു പ്രൊജക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ പുതിയൊരു എക്യുപ്മെന്റ് ആണെന്നോ വേണമെങ്കിൽ പറയാം. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 9-നകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഈ ആകാശ് തീർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ ബെല്ല് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു ഓട്ടോണമസ് ആയിട്ടുള്ള എയർ ഡിഫൻസ് കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിംഗ് പ്രോസസ് ആണെന്ന് മനസ്സിലാക്കുക. ഈ പ്രൊജക്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിംഗ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിലൂടെ ഒരു പുതിയ പ്രോസസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിപ്പോഴുള്ള മാനുവൽ സിസ്റ്റം മാറ്റിയിട്ട് അത് ഓട്ടോമേറ്റഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നെറ്റ്വർക്കിംഗ്, ഓട്ടോമേഷൻ കേപ്പബിലിറ്റീസ്, അതായത് ഇന്ത്യൻ എയർഫോഴ്സിനകത്ത് അവർ എയർ ഡിഫൻസ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നതിന് സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള നെറ്റ്വർക്കിങ്ങും ഓട്ടോമേഷൻ കേപ്പബിലിറ്റീസും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഇന്ത്യൻ ആർമി യൂസ് ചെയ്യുന്ന റഡാറുകൾ, അതുപോലെ തന്നെ കൺട്രോൾ സെന്റേഴ്സ്, ഈ ഓട്ടോമേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം കൺട്രോളിന്റെ കൺട്രോൾ സെന്റേഴ്സ്, ഇതെല്ലാതും കൂടി ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ നെറ്റ്വർക്കിന്റെ കീഴിൽ വന്നുകൊണ്ട് ഈ എയർ ഡിഫൻസ് പിക്ചർ ഒരു കൺസോൾഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള എയർ ഡിഫൻസ് പിക്ചർ പ്രൊവൈഡ് ചെയ്യുക. അതിലൂടെ ഡ്യൂപ്ലിക്കേഷനും ഓവർലാപ്പിങ്ങും ഒക്കെ ഒഴിവാക്കുക, സിസ്റ്റംസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് എസ്പെഷ്യലി ലോ ലെവൽ എയർ സ്പേസ്, ഇപ്പോൾ നമ്മൾ ഈ ക്രൂയിസ് മിസൈലുകളും അതുപോലെ തന്നെ ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസിന്റെ ഒക്കെ എസ്പെഷ്യലി സൂയിസൈഡ് ഡ്രോണുകളുടെ ആക്രമണം വരെ ലോ ലെവൽ എയർ സ്പേസിലൂടെയാണ്. അപ്പോൾ ഈ ലോ ലെവൽ എയർ സ്പേസിനെ കുറച്ചും കൂടി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും എസ്പെഷ്യലി ബാറ്റിൽ ഏരിയാസിലൊക്കെ മോണിറ്റർ ചെയ്യാനും ഗ്രൗണ്ട് ബേസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം, വെപ്പൺ സിസ്റ്റത്തിനെയൊക്കെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനും ഈ സിസ്റ്റം സഹായിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ETCD ആണ്. അപ്പോൾ ETCD ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13-നകത്ത് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ETCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഇതൊരു ഡെറിവേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ റെഗുലേറ്റഡ് മാനറിൽ ട്രേഡ് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു
ഡെറിവേറ്റീവ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റ് റെഗുലേഷൻസിന് വിധേയമാണ്, എസ്പെഷ്യലി സെബിയുടെ ഒക്കെ മാർക്കറ്റ് റെഗുലേഷൻസിന് ഇത് വിധേയമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ കൂടെ ഈ ഡെറിവേറ്റീവ്സ് എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഡിബഞ്ചറുകളൊക്കെ പറയുന്ന പോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളാണ്. അതായത് ഈ ഡെറിവേറ്റീവുകൾക്ക് ആസറ്റ് വാല്യൂ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതൊരു അസറ്റിനോ ഇതിനൊരു അണ്ടർലൈങ് ആയിട്ടുള്ള അസറ്റോ അല്ലെങ്കിൽ സ്റ്റോക്കോ ബോണ്ടോ കമ്മോഡിറ്റീസോ കറൻസീസോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ അണ്ടർലൈങ് അസറ്റിന്റെ, അതായത് സ്റ്റോക്കോ ബോണ്ടോ കമ്മോഡിറ്റീസോ കറൻസീസോ മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ പോലുള്ള അസറ്റ്സിന്റെ വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡെറിവേറ്റീവ്സിന്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിന് സ്പെക്കുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റിൽ ഹെഡ്ജ് ചെയ്യാനൊക്കെ ഉള്ള ഈ അസറ്റിന്റെ പ്രൈസിന്റെ മൂവ്മെന്റിനകത്ത് ഹെഡ്ജ് ചെയ്യാനും സ്പെക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അസറ്റ് ഇവർ ഓൺ ചെയ്യുന്നില്ല, ഓൺ ചെയ്യാതെ തന്നെ ഇത്തരത്തിലുള്ള ഓപ്ഷൻ കൊടുക്കുന്നതാണ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഡെറിവേറ്റീവ്സിനകത്ത് രണ്ട് തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഒന്ന് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് ആണ്. സോ എക്സ്ചേഞ്ച് ട്രേഡഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇത് റെഗുലേറ്റഡ് മാനറിൽ ഇതിന്റെ ട്രേഡിംഗ് നടത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അപ്ലിക്കബിൾ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് ഓവർ ദി കൗണ്ടർ ഡെറിവേറ്റീവ്സ് ആണ്. ഇത് പ്രൈവറ്റ് കൗണ്ടർ പാർട്ടീസിന്റെ ഇടയിൽ സെയിൽ നടക്കുന്ന അല്ലെങ്കിൽ ട്രേഡ് നടക്കുന്നതാണ് ഓവർ ദി കൗണ്ടർ ഡെറിവേറ്റീവ്സ്. ഓപ്പൺ മാർക്കറ്റിൽ ഇതിന്റെ സെയിൽസ് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഫോർമൽ ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലുള്ള കാര്യങ്ങളിലൂടെ ഇതിന്റെ ട്രേഡ് നടക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗ്രാൻഡിങ് ഓട്ടോണമി ടു കോളേജസ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റീസ് മസ്റ്റ് ബഡ്ജ് ഓൺ കോളേജ് ഓട്ടോണമിക് നഡ്ജ് എന്ന് പറഞ്ഞിട്ട്. അതായത് യൂണിവേഴ്സിറ്റീസ് ഈ കോളേജസിന് കുറച്ചും കൂടി ഓട്ടോണമി കൊടുക്കാൻ തയ്യാറാവണം, അവരുടെ മുകളിലുള്ള കൺട്രോൾ കുറച്ചും കൂടി കുറക്കണം, അതിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പരാമർശിക്കുന്നത്. അപ്പോൾ എന്താണ് ഓട്ടോണമസ് കോളേജുകൾ എന്ന് മനസ്സിലാക്കുക. ഓട്ടോണമസ് കോളേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഇന്റർഫിയറൻസ് ഇല്ലാതെ സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഓട്ടോണമസ് കോളേജുകൾ എന്ന് പറയുന്നത്. 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ഈ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച്, അതായത് കോളേജുകൾ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറുന്നതിനെ കുറിച്ചിട്ടുള്ള ചില ഡയറക്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ 2023 യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസിഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോളേജസിനെ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ റെഗുലേഷൻസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോളേജുകൾ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറേണ്ടത്, അതിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യും. അതായത് ഈ കോളേജുകൾക്ക് കുറച്ചും കൂടി ഓട്ടോണമി വരുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള കരിക്കുലംസ് ബിൽഡ് ചെയ്യാനും ഈ സ്റ്റുഡൻസിന്റെയും ഇൻഡസ്ട്രിയുടെ ഒക്കെ നീഡ്സിനനുസരിച്ച് കുറച്ചും കൂടി ടൈലർ മെയ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ബിൽഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ പുതിയ ഇന്നോവേഷനിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഇത് നയിക്കും എന്ന് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനൊക്കെ ഇത് സഹായിക്കും. സ്റ്റെം ഫീൽഡിനകത്തൊക്കെ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ മേ ബി ഇത് സഹായിക്കും. മറ്റൊന്ന്, ഇത് അക്കാദമിക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതായത് അവർക്ക് പുതിയ ടീച്ചിങ് മെത്തഡോളജീസ്, റിസർച്ച് ഇനീഷ്യേറ്റീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്, കാരണം ഓട്ടോണമസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് ഓവറോൾ അക്കാദമിക് ക്വാളിറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സലൻസിനെ ഇത് സഹായിക്കും. അതായത് കുറച്ചും കൂടി അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എന്ന് പറയാം. അതുപോലെ തന്നെ ഗവേണൻസിനകത്ത്, ഈ ഓട്ടോണമസ് കോളേജുകളുടെ ഗവേണൻസിനകത്ത് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്ന് പറയാം. അതായത് അവർക്ക് ഈ ഓട്ടോണമസ് കോളേജുകൾ അവരെ തന്നെ ഗവേൺ ചെയ്യുന്നുണ്ട്. അവരുടെ മുകളിൽ ഒരു സുപ്പീരിയർ അതോറിറ്റി കൃത്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ എമേർജിംഗ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ട്രെൻഡ്സ്, സൊസൈറ്റൽ നീഡ്സ്, ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്സ്, അതിൻ്റെയൊക്കെ മുകളിൽ പെട്ടെന്ന് നിലപാടുകൾ എടുക്കാനും പെട്ടെന്ന് ആക്ഷൻസ് എടുക്കാനും അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി ഡൈവേഴ്സിറ്റിനെയും സ്പെഷ്യലൈസേഷനെയും എൻകറേജ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യാത്ത വളരെ നിഷ് ടൈപ്പ് ഓഫ് ഏരിയാസിൽ, ഇത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലുള്ള കോഴ്സസ് ഇവർക്ക് ഡിസൈൻ ചെയ്യുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഒരു ഡൈവേഴ്സ് റേഞ്ച് ഓഫ് സ്റ്റുഡൻസിന് ഇത്തരത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ ഇവർക്ക് മേ ബി സാധിക്കും. കാരണം ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് ഒക്കെ കുറച്ചും കൂടി ഇവർക്ക് പോസിബിൾ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള NIRFന്റെ റാങ്കിങ് അനുസരിച്ച് 2023 റാങ്കിങ് അനുസരിച്ച് ഈ ഓട്ടോണമസ് കോളേജുകളുടെ പെർഫോമൻസ് നോർമലിയുള്ള കോളേജുകളെക്കാട്ടിലും ബെറ്റർ ആണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഈ NIRFന്റെ 2023 റാങ്കിങ്ങിനനുസരിച്ച് ടോപ്പ് 100 കോളേജുകളിൽ 55 ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ 10 സ്പോട്ടുള്ള 5 ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം അതാണ്. ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, യൂണിവേഴ്സിറ്റീസിന്റെ റെസ്ട്രിക്ഷൻസ് ആണ്. ഓക്കെ, അതായത് യൂണിവേഴ്സിറ്റീസ് കംപ്ലീറ്റ്ലി ഈ കോളേജുകൾ ഓട്ടോണമസ് ആക്കാൻ വേണ്ടിയിട്ട്
അനുവദിക്കില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. കാരണം യൂണിവേഴ്സിറ്റീസ് ഇപ്പോഴും ഇവരുടെ മുകളിൽ കൺട്രോൾ എക്സേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ട്, ഓട്ടോണമി കൊടുക്കാൻ വേണ്ടി വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാലതാമസം. അതുപോലെ തന്നെ കൃത്യമായിട്ട് എസ്പെഷ്യലി കരിക്കുലം, സിലബസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്ന കാര്യത്തിൽ യൂണിവേഴ്സിറ്റീസ് കൃത്യമായിട്ട് അധികാരം ഈ ഓട്ടോണമസ് കോളേജുകൾക്ക് കൊടുക്കുന്നതിൽ ഒരു മടി കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ യൂണിവേഴ്സിറ്റികൾ പലപ്പോഴും ഓട്ടോണമസ് കോളേജുകളുടെ മുകളിൽ അഡീഷണൽ ആയിട്ടുള്ള ഫീസ് ചുമത്തുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഓട്ടോണമസ് കോളേജുകൾ അങ്ങനെ ചെയ്യാം, അവരുടേതായിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ഉണ്ടാക്കാം. അപ്പോൾ അത് സ്റ്റുഡൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് അത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും അത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഇപ്പം നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസ് ആയിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് പലവാൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ്. സോ ഇത് പലവാൻ എന്ന് പറയുന്നത് ഫിലിപ്പീൻസിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐലൻഡ് ആണിത്. ഇത് പലവാൻ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിൽ തന്നെയാണ്, ഫിലിപ്പീൻസിന്റെ ഒരു പ്രൊവിൻസിൽ തന്നെയാണ് ഈ ഐലൻഡ് ഉള്ളത്. ആ പലവാൻ പ്രൊവിൻസിലെ ലാർജസ്റ്റ് ഐലൻഡ് ആണിത്. ഇനി ഫിലിപ്പീൻസിലെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഏരിയയുടെ അടിസ്ഥാനത്തിൽ 5th ലാർജസ്റ്റ് ഐലൻഡ് ആണ്. പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഫിലിപ്പീൻസിലെ 10th ലാർജസ്റ്റ് ഐലൻഡ് ആണ് ഈ പലവാൻ എന്ന് പറയുന്നത്. ഇതിന്റെ നോർത്ത് വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റിലൂടെയാണ് പലവാൻ സ്ട്രൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പലവാൻ പാസേജ് കടന്നു പോകുന്നത്. ഓക്കെ, അത് ഈസ്റ്റേൺ സൗത്ത് ചൈന സീയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇവരുടെ സൗത്ത് ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് നോർത്തേൺ, ഈ സുലു സീയുടെ നോർത്തേൺ സൈഡാണ് ഇവരുടെ സൗത്ത് ഈസ്റ്റ് കോസ്റ്റിലുള്ളത്. അതുപോലെ തന്നെ ഈ ഐലൻഡ് കുറച്ച് നീണ്ടു കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഐലൻഡിന്റെ എൻറ്റയർ ലെങ്ത്തിനകത്ത് തന്നെ ഒരു മൗണ്ടെയിൻ റേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പീക്ക് എന്ന് പറയുന്നത് ഏകദേശം 2086 മീറ്ററുള്ള ഒരു മൗണ്ട് മണ്ടാലിങ്കാജൻ എന്ന് പറയുന്ന ഒരു മൗണ്ടാണ് ഈ ഒരു ഐലൻഡിലെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.